നമസ്കാരം. നാട്ടിൻ പുറത്തിലേക്ക് സ്വാഗതം. ഫിൽറ്റർ കോഫി ഗുളിക രൂപത്തിലാക്കുന്ന ആശയം അവതരിപ്പിച്ച് ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ് എറണാകുളം സർക്കാർ ഗേൾസ് സ്കൂളിലെ 4 വിദ്യാർത്ഥിനികൾ. കാപ്പി ഫയൽ എന്ന പേരിൽ പേറ്റന്റ് നേടി ഉൽപ്പന്നം വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുട്ടികൾ. ഫിൽറ്റർ കോഫി എന്നാൽ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന രുചി എന്നുകൂടി അർത്ഥമുണ്ട്. ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന സങ്കീർണമായ പണി എളുപ്പത്തിലാക്കാൻ കഴിയുമോ എന്ന ചിന്ത ഈ +2 കാരികൾ എത്തിച്ചത് കാപ്പി ഫയൽ എന്ന ആശയത്തിലാണ്. ഗുളിക രൂപത്തിലാക്കിയാൽ യാത്രയിലും മറ്റും കൂടെ കൊണ്ടുപോവുകയും ചെയ്യാം. ആവശ്യമുള്ളപ്പോഴൊക്കെ വാഹനത്തിലിരുന്നു പോലും കാപ്പിയുണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ സൗന്ദര്യലക്ഷ്മി, അലീഷ അനോറി കടുത്തൂസ്, ഡിംബിൾ, ശിവനന്ദന എന്നിവരാണ് ഈ ആശയത്തിന് പിന്നിൽ. പ്രൈസ് വിന്നിങ് എന്ന ഒരു ഇതിലായിരുന്നില്ല ഞങ്ങൾക്ക് ഐഡിയ പ്രസന്റ് ചെയ്യാനൊരു ചാൻസ് കിട്ടി. ആ ഒരു ചാൻസ് നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി നമ്മുടെ ട്രഡീഷൻ എല്ലാവരും ഞങ്ങൾ പറയുന്നത് തന്നെ അവർക്ക് മനസ്സിലാവണം എന്നൊരു അതൊരു ഫീൽ ചെയ്യണം, അവർക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടണം എന്നൊരിതിൽ മാത്രമായിരുന്നു ഞങ്ങൾ പ്രൈസ് വിന്നിങ് ഞങ്ങൾക്ക് അത് എയിം ചെയ്ത് മാത്രമല്ല അങ്ങോട്ട് പോയത്. എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമുള്ളതായിരിക്കും, ട്രാവൽ ഫ്രണ്ട്ലി ആയിരിക്കും. അവർക്ക് എല്ലാവരും നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ പ്രോഡക്റ്റ് കേട്ടിട്ട്. പുതുതലമുറ സംരംഭകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്ന ടൈ കേരളയാണ് ഇവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയത്. യുവസംരംഭകർക്കായി അമേരിക്ക ആസ്ഥാനമായ ടൈ ഗ്ലോബൽ 30 രാജ്യങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ മത്സരത്തിൽ ആദ്യ 8 സ്ഥാനത്തിൽ കാപ്പി ഫയൽ ഉൾപ്പെട്ടു. ഇത് ലോകത്താകമാനമുള്ള ബിസിനസ് ഗ്രൂപ്പുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതോടെ വോട്ടിംഗിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഉൽപ്പന്നമായി മാറുകയും ചെയ്തു. നേട്ടം കൈവരിച്ച കുട്ടികളെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഓൺലൈനായി എത്തി അനുമോദിച്ചു. ന്യൂസ് 18 കൊച്ചി. കാലുകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ച് കണ്ണൂർ ഏറ്റുകുടുക്ക സ്വദേശി കെ വൈശാഖ് നേടിയത് നിരവധി ഗിന്നസ് റെക്കോർഡുകളാണ്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചിത്രം കാലുകൊണ്ട് വരച്ചാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനും വൈശാഖ് അർഹനായത്. കാലുകൾ കൊണ്ട് വർണ്ണമൊരുക്കിയാണ് കാങ്കോൽ ഏറ്റുകുടുക്ക സ്വദേശി കെ വൈശാഖ് തന്റെ പേര് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയത്. ചുരുങ്ങിയ കാലയളവിൽ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ 3 റെക്കോർഡുകളാണ് വൈശാഖ് സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്തിനുള്ളിൽ കാലുകൾ കൊണ്ട് കൂടുതൽ ചിത്രങ്ങൾ വരച്ച് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. APJ അബ്ദുൽ കലാമിന്റെ ചിത്രം ഇലകൊണ്ട് വരച്ചാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയത്. മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയിൽ അംഗമാണ് വൈശാഖ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ചിത്രം വരയുടെ വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. കളർ, അക്രിലിക്, പെൻസിൽ, ഓയിൽ പെയിന്റിംഗ് തുടങ്ങിയവയിലും കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ഏറ്റുകുടുക്കയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ PP ബാലകൃഷ്ണന്റെയും K ഗീതയുടെയും മകനാണ്. സ്വന്തം ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു എക്സിബിഷൻ നടത്താനുള്ള ആലോചനയിലാണ് വൈശാഖ്. ന്യൂസ് 18 കാസർഗോഡ്. ഈ കർക്കിടക കാലത്ത് വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങളും ഇറങ്ങിത്തുടങ്ങി. ആദികളും വ്യാധികളും ഒഴിപ്പിക്കാനാണ് കർക്കിടക തെയ്യങ്ങളുടെ സന്ദർശനമെന്നാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിനെ തുടർന്ന് കർക്കിടക തെയ്യങ്ങൾ ഇറങ്ങിയിരുന്നില്ല. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആധികളും വ്യാധികളും ഒഴിപ്പിക്കാനാണ് തെയ്യങ്ങൾ ഗൃഹസന്ദർശനം നടത്തുന്നതെന്നാണ് വിശ്വാസം.
കോവിഡിനെ തുടർന്ന് 2 വർഷമായി കർക്കിടക തെയ്യങ്ങൾ കെട്ടിയാടിയിരുന്നില്ല. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള കർക്കിടക തെയ്യങ്ങൾക്ക് ഇത്തവണ ജില്ലാ കൊറോണ കോർ കമ്മിറ്റി അംഗീകാരം നൽകുകയായിരുന്നു. അനുഷ്ഠാനം എന്ന നിലയിലും തെയ്യം കലാകാരന്മാരുടെ ഉപജീവനം പ്രതിസന്ധിയിലുമായ സാഹചര്യത്തിലാണ് അനുമതി. സർക്കാർ നിയന്ത്രണം പാലിച്ചാണ് തെയ്യങ്ങൾ ഗൃഹസന്ദർശനം നടത്തുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഒന്നും തെയ്യത്തിൻ്റെ ഇതില്ല, മഹാമാരി വന്നതുകൊണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എന്താ പറഞ്ഞാൽ എല്ലാം മഹാമാരി എല്ലാം ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ കെട്ടിച്ച് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന കാലത്ത് എല്ലാം നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു മഹാമാരി അതിനെക്കാട്ടും വലിയ മാരി വരുന്നുണ്ടെന്നുള്ള ഒരു ഇതാണ് കൊണ്ട് എല്ലാവരും നാട്ടുകാർ നമ്മളോട് പറഞ്ഞു തെയ്യം കർക്കിടക മാസത്തിൽ തെയ്യം വരണം എന്നില്ല പറഞ്ഞതുകൊണ്ട് നമ്മൾ എൻ്റെ മോനെയും കെട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പാശുപതാസ്ത്രം ലഭിക്കാൻ തപസ്സു ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ ശിവപാർവതിമാർ വേടരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കിരാതകഥയാണ് ആടിവേടൻ, ഗളിഞ്ചൻ എന്നീ കർക്കിടക തെയ്യങ്ങളുടെ ഇതിവൃത്തം. തെയ്യം ആടിക്കഴിയുമ്പോൾ വീട്ടിലുള്ളവർ കത്തുന്ന വിളക്കുതിരിക്ക് ചുറ്റും വെള്ളത്തിൽ മഞ്ഞൾ കലക്കി ഒഴിക്കുകയാണ് ആചാരം. കളിയാട്ടങ്ങളും മറ്റനുഷ്ഠാനങ്ങളുമൊക്കെ ഇല്ലാതായതോടെ കർക്കിടക തെയ്യങ്ങൾ കെട്ടാൻ അനുവദിച്ചത് തെയ്യം കലാകാരന്മാർക്ക് അല്പം ആശ്വാസമായിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഡാവിഞ്ചി സുരേഷ് സൃഷ്ടിച്ച മെസ്സി കലാസൃഷ്ടി വിസ്മയമാകുന്നു. കോപ്പ അമേരിക്ക നേടിയ അർജന്റീനയുടെ വിജയാഹ്ലാദത്തിൽ മെസ്സി ആരാധകർക്ക് വേണ്ടിയാണ് ഡാവിഞ്ചി സുരേഷ് സ്പോർട്സ് ഉപകരണങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയത്. Argentina crown around Lionel Messi. സ്പോർട്സ് ഉപകരണങ്ങളെ കൊണ്ടാണ് ഡാവിഞ്ചി സുരേഷ് മെസ്സിയെ രൂപകൽപ്പന ചെയ്തത്. ഇതിനായി ജേഴ്സി, ഫുട്ബോൾ തുടങ്ങിയവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മതിലകം മതിൽമൂലയിലുള്ള പ്ലേ ഗെയിംസ് ഷോപ്പിനുള്ളിലാണ് 25 അടി വലുപ്പത്തിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്ലേ ഗെയിംസിന്റെ ഉടമസ്ഥൻ അഷ്റഫ് പടിയത്തിന്റെ സഹായത്തോടെയാണ് കായിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചുമരിലും തറയിലുമായി 8 മണിക്കൂർ സമയമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. പലതരം മീഡിയങ്ങൾ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങളും ശില്പങ്ങളും ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ. 100 എണ്ണം ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിൽ 70ാമത്തെ മീഡിയമാണ് നമ്മൾ ഈ ഒരു മെസ്സിയുടെ ചിത്രം. ഇതിൽ മുഴുവനായിട്ടും ഈ സ്പോർട്സ് സാമഗ്രികളാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ഈ ജേഴ്സിയും അതുപോലെ തന്നെ ഫുട്ബോളും ക്യാപ്പും സോക്സും ബൂട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ്, അങ്ങനെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതും അല്ല സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെയും ലോകത്തെയും മെസ്സി ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. ത്രിമാന ചിത്രം വരയ്ക്കുന്ന രീതിയിൽ വിസ്തീർണ വ്യത്യാസം വരുത്തിയ ഈ ചിത്രം ഒരു പ്രത്യേക വ്യൂ പോയിന്റിൽ ക്യാമറയിലൂടെ നോക്കുമ്പോഴാണ് പൂർണ്ണത കൈവരുന്നത്. സഹായികളായി രാകേഷ് പള്ളത്ത്, ഫെബിൻ, സിബീഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കായിക സാമഗ്രികളുടെ നിറം അനുസരിച്ച് ചിത്രത്തിന്റെ കളർ ടോണിന് മാറ്റം വരുത്തിയത് ഒരു ഗ്രാഫിറ്റി സ്റ്റൈൽ നൽകുന്നുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. ഭരണകർത്താക്കളുടെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ പേരുകൾ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കുന്ന ഒരു കൊച്ചുമിടിക്ക് പരിചയപ്പെടാം ഇനി. കൊട്ടാരക്കര ചാന്തൂർ സ്വദേശിനിയായ 6 വയസ്സുകാരി ദ്രുപദ എ പിള്ളയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദ്രുപദ എ പിള്ള. ലോക്ഡൌൺ കാലത്തെ അമ്മ ഐശ്വര്യയുടെ PSC പഠനമാണ് ഈ കൊച്ചുമിടുക്കിയെ പുരസ്കാരത്തിന് അർഹമാക്കിയിരിക്കുന്നത്. 13 സെക്കൻഡുകൾ കൊണ്ട് പ്രസിഡന്റുമാരുടെ പേരുകൾ. राजेंद्र प्रसाद, राधा किन्नर, शकील हुसैन, बीवी गिरी, फकुदी अली अहमद, नीरज संजीव रेड्डी, ज्ञानी सेल्सी, रामास्वामी वेंकटरामन, शंकर देव शर्मा, KR नारायण, APJ अब्दुल कलाम, प्रतिभा पाटी, प्रणു മുഖർജി, രാംനന്ദ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ പറഞ്ഞു തീർക്കാൻ വെറും 10 സെക്കൻഡുകൾ മാത്രം. 6 സെക്കൻഡിനുള്ളിൽ കേരളത്തിലെ ജില്ലകളും പറഞ്ഞു തരും.
കേരളം ഭരിച്ചത് ആരൊക്കെ എന്ന ചോദ്യത്തിന് 11 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം റെഡി. അമ്മയ്ക്കൊപ്പം ഇരുന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിയ പാഠങ്ങൾ നിമിഷങ്ങൾക്കകം വിളിച്ചു പറഞ്ഞതോടെയാണ് ധ്രുപദയെ പരിശീലിപ്പിച്ചെടുക്കാൻ പിതാവ് അനുകുമാർ തീരുമാനിച്ചത്. പേരുകൾ ക്രമത്തിൽ എഴുതി ചൊല്ലിപ്പഠിപ്പിച്ചതോടെ കുട്ടിയുടെ ഓർമ്മശക്തിയിൽ വേഗത കൈവരിക്കുകയും ചെയ്തു. അമ്മ PSC പഠിക്കുന്നുണ്ട്, കമ്പനി സ്റ്റഡി നടത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണെങ്കിൽ കൊച്ചോട് മോളോട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നുള്ള മനസ്സിലായി പിടി കിട്ടിയപ്പം നമ്മൾ തന്നെയാണെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് പഠിപ്പിച്ച് അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അന്നേരമാണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നെ അതിലേക്കൊരു പരിശ്രമം നടത്തി. ധ്രുപദ പസിൽ ഗെയിമുകളും റുബിക്സ് ക്യൂബും പരിശീലിക്കുന്നുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 6 വയസ്സുകാരി. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റിക്കാടുകളിൽ നിന്ന് പോലും ഔഷധങ്ങൾ കണ്ടെത്തുന്ന അബ്ദുൾ നാസറിനെ പരിചയപ്പെടാം. മരുന്നിലകൾ ഞൊടിയിടയിൽ തിരിച്ചറിയാനുള്ള കഴിവും അവയെക്കുറിച്ച് കൃത്യമായ അറിവും ഇദ്ദേഹത്തിനുണ്ട്. അപൂർവ ഇനം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ നട്ടുവളർത്തുന്നുമുണ്ട് ഈ താമരശ്ശേരി പള്ളിപ്പുറം സ്വദേശി. കഴിഞ്ഞ 28 വർഷമായി ദേശീയ ആയുർവേദ ഫാർമസിയിലെ ജീവനക്കാരനായ അബ്ദുൾ നാസറിന് മരുന്നിലകളുടെ ഉപയോഗങ്ങളെല്ലാം മനഃപ്പാടമാണ്. ഏതു മരുന്നിലയുടെയും ഉപയോഗത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവിനൊപ്പം ഇവ ഞൊടിയിടയിൽ തിരിച്ചറിയുവാനും അബ്ദുൾ നാസറിനാകും. താമരശ്ശേരി പള്ളിപ്പുറം തുവക്കുന്നിന്മേൽ അബ്ദുൾ നാസറിന്റെ വീട്ടുമുറ്റം നിറയെ മരുന്നു ചെടികളാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരേ ഇലകളൊക്കെ കഴിക്കാൻ വേണ്ടി, ചിലപ്പോൾ ഇരക്കിൻ്റെ ഇല മാത്രം മതിയാവും, ചില ആൾക്കാർക്ക് ആളിലോടകം മാത്രം മതിയാവും, ചില ആൾക്കാർക്ക് ഒരുപാട് ഇലകൾ വേണ്ടി ആവശ്യക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഈക്കൊക്കെ ആണെങ്കിൽ ഇലക്കിയൊക്കെ ആണെങ്കിൽ 5, 8, 10, 12 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഊരറിയുന്നത് മുരിങ്ങൻ്റെ ഇലയും മുരിക്കിൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയും പുളിൻ്റെ ഇലയും അത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയും. ബാക്കിയൊന്നും ആരൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കരിനൊച്ചി, പാൽമുരുക്ക്, 2 ഇനം തുളസി, ഇലകള്ളി, ആടലോടകം, 2 ഇനം ശംഖുപുഷ്പം, നാഗവെറ്റില, എരുക്ക് തുടങ്ങിയവ നാസറിന്റെ വീട്ടുമുറ്റത്തെ പ്രധാന ഔഷധ ചെടികളാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് PK വാര്യരുടെ കയ്യിൽ നിന്ന് കിട്ടിയതുണ്ടായിരുന്നു, കുമിയുണ്ടായിരുന്നു. അങ്ങനെ അതല്ലാണ്ട് പിന്നെ എനിക്ക് പല ഭാഗത്തു നിന്നായിട്ട് കിട്ടുന്ന കാരണം ഓരോ യാത്ര പോണ സമയത്ത് കാണും. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ചെടികളാണെങ്കിലും അല്ലെങ്കിൽ കൊമ്പുകളാണെങ്കിലും ഒക്കെ പലരിൽ നിന്ന് ചോദിച്ച് വാങ്ങും. അവർ തരികയും ചെയ്യും. ചിലപ്പോൾ ചോദിക്കും എന്താ ആവശ്യത്തിനാണ്. എനിക്ക് അങ്ങനെ വളർത്താൻ അറിയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പലരും തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെ ദേശീയ ഫാർമസിയിൽ ഇതേ രീതിയിൽ തന്നെ വരും. പല മരുന്നുകളും എണ്ണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില എണ്ണകളിലൊക്കെ 12ഓളം പച്ചിലകളുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് വരുന്നപ്പോൾ കരിനൊച്ചിയായാലും വാദം കൊല്ലിയായാലും എരുക്കായാലും അങ്ങനെയുള്ള ഓരോ കൊമ്പുകൾ ഞാനിങ്ങ് എടുക്കും. അപ്പോൾ ഒരു കൊമ്പ് ഇവിടെ കൊണ്ടുവന്ന് നടുമ്പോൾ ഒന്ന് വേറെ സുഹൃത്തുക്കൾക്കാർക്കും കൊടുക്കും, അല്ലെങ്കിൽ ഇത് സ്കൂളിലൊക്കെ കൊണ്ടുപോയി നടും. അങ്ങനെയൊക്കെ ഇതായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശുപരിപാലനം, പ്രാവ് വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി തുടങ്ങിയവയ്ക്കും നാസർ സമയം കണ്ടെത്തുന്നുണ്ട്. ഔഷധ സസ്യങ്ങൾ കൂടുതൽ നട്ടുവളർത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് അബ്ദുൾ നാസറിന്റെ ശ്രമം. ന്യൂസ് 18 താമരശ്ശേരി. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. ഏതു ദുരിതത്തിലും മറ്റുള്ളവരെയും ചേർത്തുപിടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എക്കാലത്തും നമ്മുടെ സമൂഹത്തിന്റെ കരുത്ത്. അത്തരത്തിൽ ഒരാളാണ് തിരുവനന്തപുരം പാറശാല സ്വദേശി രാജൻ. കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് രാജൻ സൗജന്യമായി ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കുന്നത് വീൽചെയറിലിരുന്നാണ്. വീട് ജപ്തി ഭീഷണി നേരിടുമ്പോഴും രാജൻ നന്മ നിറഞ്ഞ പ്രവർത്തികൾ തുടരുകയാണ്. 18 വയസ്സിലാണ് എനിക്ക് ഈ അസുഖം വന്നത്. കാലിൽ നീര് വരുന്നതാണ് ഞാൻ കിടപ്പിലായത്. ആ സമയത്ത് എൻ്റെ അമ്മയോ പപ്പയോ ഒന്നും ആരും ഇല്ലായിരുന്നു എന്നെ സഹായിക്കാൻ. ആ സഹായം ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ കിടപ്പിലായി. അങ്ങനെ എൻ്റെ മാമൻ ഇവിടെ എനിക്കൊരു ചെറിയൊരു വീട് വെച്ച് തരികയും അവിടെ നിന്നും ഒരു ചെറിയൊരു കട തുടങ്ങി, മുറുക്കാൻ കട പോലെ തുടങ്ങി. കയ്യിൽ ഭക്ഷ്യക്കിറ്റുകളുമായി വീൽചെയറിലിരുന്ന രാജൻ ചെന്നെടുക്കുന്നത് നന്മ പറ്റാത്ത ലോകത്തിലേക്കാണ്. ഓരോരുത്തരും വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയും ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയും കൊറോണ വന്ന സമയത്ത് ഓരോ വീട്ടിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും കിറ്റ് കൊടുക്കുകയും മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ. കോവിഡ് ബാധിതരുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും വീടുകൾക്ക് മുന്നിൽ ഈ വീൽ ചെയർ എത്താത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. നാട്ടുകാർ നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ടാണ് ഭക്ഷ്യക്കിറ്റുകളും മരുന്നും വാങ്ങുന്നത്.
പിന്നെ വീൽചെയറിൽ കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്രയാണ്. ആകെയുള്ളത് വീടിരിക്കുന്ന 2.5 സെന്റ് സ്ഥലമാണ്. കച്ചവടത്തിനായി എടുത്ത വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ അതും ജപ്തി ഭീഷണിയിലായി. എന്നാൽ ഈ പ്രതിസന്ധികളൊന്നും രാജന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളെക്കാട്ടിയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എന്നിൽ നിന്നും ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളതാണ്. വികലാംഗ കോർപ്പറേഷനിൽ നിന്നും ഫെഡറൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഒരു റിക്കവറി സമയമാണിപ്പോൾ. വീടും സ്ഥലവും ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോഴും നന്മ നിറച്ച മനസ്സുമായി ഈ മനുഷ്യൻ തന്റെ യാത്ര തുടരുകയാണ്. പരിമിതികളെല്ലാം മറികടന്നും പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും. തിരുവനന്തപുരത്തു നിന്നും ഹരിവിതുരയ്ക്കൊപ്പം SS ശരൺ, ന്യൂസ് 18. വിദേശ രാജ്യങ്ങളിലെ പച്ചക്കറികൾ മട്ടുപ്പാവിൽ വിളയിച്ചിരിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ബുഷറ. തക്കാളികൾ മാത്രം 32 ഇനമുണ്ട് ബുഷറയുടെ തോട്ടത്തിൽ. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ വിളയും കൃഷി ചെയ്യുന്നത്. ഇത് ആപ്പിൾ ടൊമാറ്റോ. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ റെഡ് കളർ വന്നിട്ട് സ്ട്രിപ്പ് ഉണ്ടാവും. ഇതൊരു തരം കുക്കുംബറാ. ഇത് രാജസ്ഥാൻ, ഡൽഹിയിലൊക്കെ കണ്ടുവരുന്ന സാധനമാണ്. കുലശേഖരപുരം സപ്ന കോട്ടേജിൽ ബുഷ്രയുടെ വീട്ടിലെത്തിയാൽ വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള പച്ചക്കറികൾ പരിചയപ്പെടാം. ഗോൾഡൻ സ്ട്രിപ്പ്, ബീഫ് സ്റ്റിക്ക്, കാഷ്യൂ ടൊമാറ്റോ തുടങ്ങി 32 ഇനം തക്കാളികൾ, സിറാമുളക്, ബജ്ജി മുളക്, പലതരം കുക്കുംബറുകൾ, സ്പ്രിംഗ് ഓണിയൻ, മല്ലി, പുതിനയില തുടങ്ങി മട്ടുപ്പാവിലെ തോട്ടത്തിൽ എല്ലാം തന്നെ സുലഭം. ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി. മക്കൾ പഠനാവശ്യത്തിനായി വിദേശത്തേക്ക് പോയതോടെയാണ് കഴിഞ്ഞ 5 വർഷമായി ബുഷ്ര കൃഷിയിലേക്ക് തിരിയുന്നത്. കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷം ആവുന്നു. ആദ്യം ഒരു 50 ഗ്രോ ബാഗ് വെച്ച് ടെറസിന് മേളിൽ തുടങ്ങിയതാ. പിന്നെ അതിനുശേഷം മഴമറ കൃഷിഭവനിൽ നിന്ന് നമുക്ക് അനുവദിച്ച്, അപ്പോൾ മഴമറ കെട്ടിയിട്ട് 3 വർഷമായി. 3 വർഷം കൊണ്ട് മഴമറയ്ക്കുള്ളിൽ കൃഷി ചെയ്യുന്നു. പിന്നെ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും സബോള ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറിയും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഒരു സമയത്ത് ചെയ്തില്ലെങ്കിലും പല സമയത്തായിട്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നുണ്ട്. 3 വർഷമായി പുറത്തുനിന്ന് പച്ചക്കറികൾ ഈ വീട്ടിൽ എത്തിയിട്ടില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ വിളകളും മാറി മാറി കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗിലും ബക്കറ്റിലുമാണ് കൃഷി. ബാഗ് ഒഴിയുന്നതിനനുസരിച്ച് പലതരം വിളകൾ പരീക്ഷിക്കും. സ്വന്തമായി നിർമ്മിക്കുന്ന ജൈവവളം മാത്രമേ ഉപയോഗിക്കൂ. പച്ചക്കറി മാത്രമല്ല, അലങ്കാര ചെടികളും ബുഷ്രയുടെ വീട്ടുമുറ്റത്ത് പൂവിട്ട് നിൽക്കുന്നു. കൃഷിയിൽ മികവ് തെളിയിച്ചതോടെ കുലശേഖരപുരം കൃഷിഭവൻ ബുഷ്രയെ ആദരിച്ചിരുന്നു. ഭർത്താവ് അബ്ദുൽ സലാം, മക്കളായ സ്വപ്ന ഫാത്തിമ, സോന, സയന എന്നിവരാണ് ബുഷ്രയ്ക്ക് പിന്തുണ. ന്യൂസ് 18 കുലശേഖരപുരം. കാടും കുളിരും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന തുഷാരഗിരിയും അരിപ്പാറയും. മഴ ശക്തിയായതോടെ വെള്ളച്ചാട്ടത്തിനും ഭംഗിയേറി. ലോക്ക്ഡൌൺ പ്രതിസന്ധിയിലാക്കിയ വിനോദസഞ്ചാര കേന്ദ്രം പുതിയ പ്രതീക്ഷയിലാണ്. കാനന കാഴ്ചകളും പാറക്കൂട്ടങ്ങളുടെ മനോഹാരിതയും സമ്പന്നമാക്കിയ തുഷാരഗിരിയും അരിപ്പാറയും. സഞ്ചാരികളെ കാത്തിരിക്കുന്ന അതിമനോഹര വെള്ളച്ചാട്ടങ്ങൾ. വയനാട്ടിലേക്ക് എത്തുന്നവർ ഒരു തവണയെങ്കിലും ഇവിടെ എത്താതിരിക്കില്ല. 500-ലധികം പേർ പ്രതിദിനം എത്തിയിരുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ലോക്ക്ഡൌണിൽ നിന്ന് കരകയറാൻ ഒരുങ്ങുകയാണ്. ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരും വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ടൂറിസം മേഖല ഇപ്പോൾ പൊതുവെ ഈ കോവിഡ് പ്രശ്നമുള്ളതുകൊണ്ട് മൊത്തം എല്ലാ പ്രദേശങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അപ്പം ഉടനെ തന്നെ ഈ കോവിഡിൻ്റെ 2 ഡോസ് വാക്സിൻ അടിച്ചവർക്കൊക്കെ പ്രവേശിക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത് തീരുമാനമാകുമെന്നാണ് വിചാരിക്കുന്നത്. ഹോം സ്റ്റേ അടക്കം പ്രദേശത്ത് ചെറിയ കച്ചവടമെല്ലാം ചെയ്തിരുന്നവരുടെയും ജീവിതം വഴിമുട്ടി. സർക്കാരെല്ലാം അടപ്പിച്ചത് കൊണ്ട് ഇതും കൊണ്ടുള്ള ജീവിതമായിരുന്നു. നമ്മൾ വേറെ വരുമാനമൊന്നുമില്ല. 18 സെൻറ്റ് സ്ഥലമുള്ളൂ. ഹോം സ്റ്റേ കൊണ്ടുള്ള ജീവിതമായിരുന്നു. വേറെ ഞാനും ഭാര്യയും തന്നെയുള്ളൂ. വാക്സിൻ എടുത്ത സഞ്ചാരികളെ ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല.
കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കോടഞ്ചേരി. വിഖ്യാത നോവൽ ഖസാക്കിന്റെ ഇതിഹാസത്തിന് ചിത്രാവിഷ്കാരമൊരുക്കി വെട്ടിക്കവലയിലെ ദേശസേവാ സമിതി വായനശാല. കഥാപാത്രങ്ങൾ ക്യാൻവാസുകളിലായപ്പോഴുള്ള അനുഭവം വ്യത്യസ്തമായി. ലൈബ്രറിയുടെ കലാവിഭാഗം കൺവീനർ അഞ്ജന ജെ.വി. കൃഷ്ണയുടെ ആലാപന പശ്ചാത്തലത്തിലാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ സന്ദർഭങ്ങൾ ചിത്രകാരന്മാർ വരച്ചുകാട്ടിയത്. ജയപ്രകാശ് പഴയിടം, ബിനു കൊട്ടാരക്കര, ബിജു നിറക്കൂട്ട് എന്നിവരാണ് ആ ചിത്രകാരന്മാർ. ഒരു ശ്രദ്ധേയമായ സവിശേഷമായ വായനയെ പരിപോഷിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രകലാകാരന്മാർ ഈ വായനശാലയുടെ ഭാഗമാണ്. ആശയഗരിമയും ഒത്തുചേർന്നെത്രയോ കവികളി ക്ഷേത്രത്തിൽ കാവ്യാർച്ചന ചെയ്തു വിദ്യാവിനോദിനിക്കായി. വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിൽ വേറിട്ടതായിരുന്നു തത്സമയ ചിത്രരചന. പ്രമേയം കൊണ്ടും ഭാഷ കൊണ്ടും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഈ പുസ്തകത്തെ ചിത്രങ്ങളിലൂടെ ഇവിടെ പരിചയപ്പെടുത്തിയത് വളരെ ആസ്വാദ്യകരമായി തോന്നി. ഇതുപോലെയുള്ള സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും എല്ലാം തന്നെ അറിയുകയും അവയെക്കുറിച്ചെല്ലാം തന്നെ കൂടുതൽ ജ്ഞാനം ലഭിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമാണ്. ചിത്രങ്ങൾ പൂർത്തിയായപ്പോൾ നോവലിനെ പ്രതിപാദിച്ചുള്ള ചർച്ചകളും വായനശാലയിൽ നടന്നു. വരും കാലങ്ങളിൽ വിവിധ നോവലുകളെ ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കാരവും ചിത്രീകരിക്കാൻ ഒരുങ്ങുകയാണ് വായനശാല പ്രവർത്തകർ. ന്യൂസ് 18 കൊട്ടാരക്കര. കുഴൽക്കിണർ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പുതിയ മാർഗങ്ങളുമായി ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ചാൾസ്. തമിഴ്നാട് സർക്കാരിൽ നിന്നും അനുകൂല മറുപടി ലഭിച്ചിരിക്കുന്നതിനാൽ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. കുഴൽക്കിണറുകളിൽ കുട്ടികൾ അകപ്പെട്ടാൽ രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായ മാർഗങ്ങളില്ല. പല സംഭവങ്ങളിലും ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനം നീളും. ഈ കാലതാമസം അപകടത്തിൽപ്പെട്ട കുട്ടിക്ക് ജീവഹാനി സംഭവിക്കാനിടയാക്കും. തമിഴ്നാട്ടിൽ നടന്ന അപകടം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നെടുങ്കണ്ടം മൈനർ സിറ്റി സ്വദേശിയായ ചാൾസ് രക്ഷാപ്രവർത്തനത്തിനായി രൂപരേഖ തയ്യാറാക്കിയത്. ഇത് ആ കൊച്ചു വീടിന് ഒരു 2 ദിവസം കണ്ടിന്യൂ ആയിട്ട് ലൈവായിട്ട് കാണുവാന്ന് ഞാൻ ടിവിയിലോട്ട്. ഇങ്ങനെ അവരുടെ അപ്പനമ്മക്ക് അറിയുന്ന കരച്ചിലും എല്ലാം ഞാൻ കണ്ട് എന്റെ മനസ്സിലോട്ട് വന്നത്. നമ്മളെങ്ങനെ ഇതിനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഓർത്ത് ഞാൻ ഉണ്ടാക്കിയത്. കുഴൽക്കിണറിന്റെ രീതി അനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിനായി 4 മാർഗങ്ങളാണ് ആവിഷ്കരിച്ചത്. വിവിധ രീതിയിൽ റബ്ബർ ട്യൂബുകളുടെയും പ്രത്യേക യന്ത്രത്തിന്റെയും സഹായത്തോടെ കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനാകുമെന്നാണ് ചാൾസ് പറയുന്നത്. ഇൻസൈഡ് ബോറിംഗ് മെഷീനിൽ ആദ്യം കുഴലിലോട്ട് എങ്ങനെ വീണിട്ടുണ്ടോ അത് നമുക്ക് ഈ മെഷീൻ കൊണ്ട് അകത്ത് ഇറക്കിയിട്ട് പിന്നെ കൊച്ചുള്ള സൈഡിലോട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് തിരിച്ച് തുളയ്ക്കുക. അങ്ങനെ ആ രീതിയിലോട്ടുള്ളത്. തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയിൽ IT ഡിപ്പാർട്ട്മെന്റും തിരുച്ചി കളക്ടറേറ്റും മറുപടി നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകുന്നതോടെ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മറുപടി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യമുള്ള ചാൾസ് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് മുൻപ് ജോലി നോക്കിയിരുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. മൺസൂൺ കാലമായതോടെ ഇടുക്കി അടിമാലി പഞ്ചാരക്കുത്ത് വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി. നിരവധി പേരാണ് വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നത്. കൂമ്പൻപാറയ്ക്ക് സമീപം കിഴുക്കാന്തൂക്കായ മലമുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം. ഏത് സഞ്ചാരിയുടെയും മനം കവരുന്ന കാഴ്ച. വേനൽ മഴയിൽ തന്നെ പാറക്കെട്ടിലൂടെ നീർച്ചാൽ പ്രത്യക്ഷമാകുമെങ്കിലും മൺസൂൺ കാലത്ത് മഴ ശക്തിപ്പെടുന്നതോടെയാണ് പഞ്ചാരക്കുത്ത് കൂടുതൽ സമൃദ്ധമാകുക. മലമുകളും പാറയിടുക്കുകളിലൂടെയും ഒഴുകിയെത്തുന്ന കാട്ടരുവിയാണ് പഞ്ചാരക്കുത്തിന് ദൃശ്യഭംഗി പകരുന്നത്. ഇളവുകൾ ലഭിച്ചതോടെ നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക വിനോദസഞ്ചാര വികസനം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പഞ്ചാരംകുത്തിനും ചീയപ്പാറയ്ക്കും വാളക്കുത്തിനുമെല്ലാം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 അടിമാലി.
നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.